ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഭൂരിഭാഗം സ്ത്രീകൾ കാൽസ്യം ഗുളികയാണ് കഴിക്കുന്നത്. ഈ കാൽസ്യം ഗുളിക അബ്സോർപ്ഷൻ ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. ഈ അബ്സോർപ്ഷൻ ആകുന്നുണ്ടോ, ഇതാകുന്നില്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ടോ, ഇതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷനിലാണ് എടുക്കേണ്ടത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റമിൻ ഡി മഗ്നീഷ്യം ഇല്ലാത്ത കാൽസ്യം കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം കോമ്പിനേഷൻ കൊടുക്കുന്നതെന്ന് കാൽസ്യവും വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡിക്ക് ഭയങ്കര കുറവാണ്. അതൊന്നും ഒരു വിറ്റമിൻ ഡി ആയിട്ട് കണക്കൂട്ടാനേ ഇല്ല. അപ്പം ഈ കോമ്പിനേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാൽസ്യം അടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് രക്തക്കൊഴലിനകത്തുള്ള കാൽസിഫിക്കേഷൻ, അതായത് കാൽസ്യം ഡെപ്പോസിഷൻ നടക്കും. ഇത് പിന്നെ ഭാവിയിൽ ബ്ലോക്കുകൾ ഉണ്ടാകുക, ഹാർട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക, സ്ട്രോക്ക് ഉണ്ടാകുക, പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ആളുകളിൽ എന്താ പറയുക, ജോയിൻസിലൊക്കെ കാൽസ്യം അടിഞ്ഞുകൂടും. അപ്പോൾ ഈ കാൽസ്യം ഉപയോഗപ്പെടാതിരുന്നു കഴിഞ്ഞാൽ എടുക്കുന്നതിൻ്റെ 10 ഇരട്ടി ഡേഞ്ചർ ആയിരിക്കും ശരീരത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ കുറേ കാലങ്ങളായിട്ട് കാൽസ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഓപ്ഷനല്ല. എന്നാൽ ഇനിയിപ്പോൾ ഡെയിലി കഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ കാൽസ്യം ഭയങ്കരമായിട്ട് കൂടണ്ടേ, ബ്ലഡിൽ കൂടണ്ടേ? അത് ഓവറായിട്ട് വരുന്നില്ല, ഇത് എവിടെയോ പോയിട്ട് അടിഞ്ഞു കൂടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രക്തക്കൊഴലിനകത്ത് കൂടുതൽ അടിഞ്ഞു കൂടിയിട്ട് അറ്റാക്ക് സ്ട്രോക്കും വരാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മളിതിനൊരു കോമ്പിനേഷനാണ് വേണ്ടത്. സാധാരണ രീതിയിൽ ഈ മുട്ടയും പാലും തൈരും അതേപോലെ തന്നെ റാഗി, ചെറിയ ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നല്ല കാൽസ്യം സോഴ്സാണ്. ഈ നല്ല കാൽസ്യം സോഴ്സ് കഴിച്ചേച്ച് അവർക്ക് ഉപയോഗപ്പെടുന്നില്ല, പിന്നെ കാൽസ്യം ഗുളിക കുറേ കഴിച്ചിട്ട് എന്താ കാര്യം? കാൽസ്യം മഗ്നീഷ്യം വിറ്റമിൻ ഡി ഇങ്ങനെ കോമ്പിനേഷനിൽ കാൽസ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്ചം കിട്ടും. അല്ലെങ്കിൽ കാൽസ്യം ഡെപ്പോസിറ്റായിട്ട് കിഡ്നി സ്റ്റോണും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്.